ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബൽസാമിക് ചിക്കൻ പാസ്തയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ആണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇതൊരു ഇംഗ്ലീഷ് സ്റ്റൈലുള്ള കോണ്ടിനെൻ്റൽ ഫുഡാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെ നമുക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. നമുക്കിത് ഫ്യൂസിലി പാസ്ത ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യണത്. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് 1 കിലോ ഫ്യൂസിലി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 6-7 മിനിറ്റ് നമുക്കത് ബോയിൽ ചെയ്താൽ മതി. നമുക്ക് അത് കഴിഞ്ഞ് സ്ട്രെയിൻ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ബോയിൽ ചെയ്യാം. നമ്മൾ വെള്ളം ഒഴിച്ച് വയ്ക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് വെക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഡൈസ് ചെയ്ത ബോൺലെസ് ചിക്കനാണ്, 2 കിലോയാണ്. അതുപോലെ ക്രഷ് ചെയ്ത 1 കിലോ ടൊമാറ്റോ ഉണ്ട്, പിന്നെ 1/2 കിലോ ബേക്കൺ ഉണ്ട്. നമ്മൾ ഈ ബേക്കൺ സ്ലൈസ് ചെയ്തെടുക്കണം. ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് ബോൺലെസ് ചിക്കനാണ്, 2 കിലോയാണ്. ഇത് ഫ്രോസണാണിത്. ഇനി അതിൻ്റെ അകത്തേക്ക് ക്രഷ്ഡ് ടൊമാറ്റോ 1 കിലോ ഇട്ട് കൊടുക്കാം. ഇത് ടിന്നായിട്ട് വരുന്ന ടൊമാറ്റോയാണ്. നമുക്ക് രണ്ടും കൂടെ കൂടി 10-15 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യണം. ഓൾറെഡി ഇത് കുക്ക് ചെയ്ത് വരുന്നതാണ് ടൊമാറ്റോയും ചിക്കനും. പക്ഷേ അത് ഫ്രോസൺ ആയതുകൊണ്ട് നമ്മളതൊന്നും കൂടെ കുക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഒരു 15 മിനിറ്റ് ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. നമുക്ക് ഈ സമയത്ത് നമ്മുടെ ബേക്കൺ നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഒരു 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി. ഈ സമയത്ത് നമുക്ക് പാസ്ത ഇവിടെ ബോയിലായിട്ട് വന്നിട്ടുണ്ട്. പാസ്ത ഓവർ ബോയിലാകാൻ ശ്രദ്ധിക്കണം. ഈ പരിപാടിക്ക് നമുക്ക് സ്ട്രെയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം നമ്മുടെ ചിക്കനോടെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്, ടീസ്പൂണാണ്. അതുകൂടാതെ 2 ടീസ്പൂണ് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒത്തിരി ചേരുവകളൊന്നും ചേർക്കുന്നില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് ബൽസാമിക് വിനീഗറാണ്. അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു 1.5 കപ്പ് ഒഴിച്ചു കൊടുക്കണം. ഇനി അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ബോയിൽ വെച്ചാണ് പാസ്ത ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്കൊരു 1 ടേബിൾ സ്പൂണ് പാർസലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് പാർമസൻ ചീസ് കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഓവർ മിക്സ് ചെയ്യരുത്. എന്ന് വെച്ചാൽ പാസ്ത പൊട്ടിപ്പോകാൻ നമ്മൾ നോക്കണം. നമുക്ക് ഒരു പതുക്കെയാണ് മിക്സ് ചെയ്ത് കൊടുക്കാവുള്ളൂ. നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബേക്കനോടെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. പാസ്തയ്ക്ക് ബേക്കൻ ഇട്ട് കൊടുത്തിട്ട് അത് നമുക്ക് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് 40 പേർക്കുള്ള അളവിലാണ് ഇത് ഉണ്ടാക്കുന്നത്. എപ്പോൾ മിക്സ് ചെയ്ത് നമ്മൾ ഓവർ മിക്സ് ചെയ്യരുത്, അതൊക്കെയാണ് മിക്സ് ചെയ്ത് കൊടുക്കാവുള്ളൂ. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് ഇത് തുറന്ന് വെച്ച് തന്നെ നമുക്കൊന്നുകൂടെ കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ അത് ഫ്രോസൺ ചിക്കൻ ആയതുകൊണ്ട് അത് മെൽറ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം വരും. അപ്പോൾ ആ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് കൊടുക്കുകയും ചെയ്യണം. കണ്ടമാനം ഇളക്കി കൊടുക്കരുത്. ഇടയ്ക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഈ കുറച്ച് വെള്ളം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ വെള്ളമാണ് നമുക്ക് പറ്റിച്ചെടുക്കേണ്ടത്. നമ്മൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂണ് പാർസലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം വെള്ളം പറ്റി വന്നുണ്ട്. നമ്മൾ ഫുള്ള് ഡ്രൈ ആക്കി എടുക്കില്ല, ചെറിയൊരു വെള്ളമയം ഉണ്ടാവും. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഈ പരുവായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ബൽസാമിക് ചിക്കൻ പാസ്ത റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലിട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒത്തിരി ചേരുവകൾ നമുക്ക് ഇതിന് ആവശ്യമായിട്ടില്ല. നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പാർസലി ഫ്ലേക്സ് കൂടെ ഗാർണിഷായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.